ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലോബ്സ്റ്റർ റോസ്റ്റ് മസാലയാണ് കേട്ടോ. സാധാരണ നമ്മൾ ലോബ്സ്റ്റർ വെച്ചിട്ട് അങ്ങനെ കേരള റെസിപ്പീസ് ഒന്നും ചെയ്യാറില്ല. കൂടുതലും കാണുന്നതൊക്കെ വേറെ ടൈപ്പ് റെസിപ്പീസൊക്കെയാണ്. പക്ഷേ ഇത് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തനി നാടൻ സ്റ്റൈലിലും നമുക്ക് ലോബ്സ്റ്റർ മസാല ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ലോബ്സ്റ്റർ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ ലോബ്സ്റ്ററാണിത്. അപ്പോൾ ഇത് ലോബ്സ്റ്റർ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് ഈ പിക്ചറിൽ കാണുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്രാബിൻ്റെയും അതുപോലെ തന്നെ പ്രോൺസിൻ്റെ ഒക്കെ ഒരു ലുക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൈസാണ് കേട്ടോ, നല്ല സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു കേരള സ്റ്റൈലിലായതുകൊണ്ട് തന്നെ ഞാനിതിപ്പം ഒരു മൺചട്ടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൺചട്ടി നല്ലപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. നാടൻ സ്റ്റൈലായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അത് കനം കുറഞ്ഞ് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് എടുക്കുക. നമ്മൾ സാധാരണ റോസ്റ്റൊക്കെ ചെയ്യുമ്പം നല്ലപോലെ കുഴഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോഴേ നന്നായിട്ട് ആ സവാള വഴണ്ടി വരുള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്തിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഇതിനെ വഴറ്റിയെടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇത് സവാള അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ ഇതിനകത്തേക്ക്. ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയാണ് കേട്ടോ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചേർത്തിയിട്ട് നന്നായിട്ട് അതിനെ വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റി. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാനുള്ളത്. കൂടെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്, നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി. അതിപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് എരിവൊക്കെ വേണമെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗരം മസാല പൗഡറും 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്ത് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. ഇതിൽ എരിവിന് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ഓയിലിൽ തന്നെ ഇത് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ഓയിലിൽ തന്നെ വഴറ്റിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് വീണ്ടും ഓയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഈ സവാള വഴറ്റി അതിൻ്റെ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും തക്കാളി വേണ്ട കേട്ടോ, നമുക്ക് ഇത്രയും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി തന്നെ മതിയാകും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കുക. ഈ ഒരു സവാളയുടെ കൂടെ നിന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ സവാള വഴറ്റിയ സമയത്ത് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ വഴറ്റി അത്യാവശ്യം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ തെളിയുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ലോബ്സ്റ്റർ ചേർക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ആ മസാലയുടെ പച്ചമുളക് നല്ലപോലെ മാറിയിട്ടുണ്ടാകും, ഒരു ഓയിൽ തെളിഞ്ഞ് വരുന്ന ഒരു കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ലോബ്സ്റ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മളിത് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലോബ്സ്റ്റർ കുക്കായിട്ട് വരുമ്പം അതിലേക്കുള്ള ഉപ്പും കൂടി ഈ ഒരു സ്റ്റേജിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ അപ്പം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല അതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് പിന്നെ ഹാഫ് കുക്കാകുമ്പോൾ നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം നമ്മുടെ ഈ ഒരു ലോബ്സ്റ്ററിൽ തന്നെ ഇറങ്ങി വരും. എങ്കിലും നമുക്കൊരു 30 മിനിറ്റോളം ഇതിന് കുക്കിംഗ് ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കറിയായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാകും. പിന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്, കാരണം അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലോബ്സ്റ്റർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ നന്നായിട്ട് വെന്ത് വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇളക്കി കൊടുത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാനിതിനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ആ ചെറിയ തീയിൽ കിടന്നിട്ട് അതങ്ങനെ നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഹാഫോളം കുക്കാവുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന കണ്ടീഷൻ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫൈനലായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുരുമുളക് പൊടിയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ്. നമുക്ക് വേണമെങ്കിൽ തരിയായിട്ട് നമ്മൾ ചതച്ചെടുക്കുന്ന കുരുമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അതായത് കുരുമുളകിൻ്റെ പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല പോലെ വറ്റിയിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇത് കുരുമുളക് കൂടി ചേർത്തിട്ട് ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലോബ്സ്റ്റർ അത്യാവശ്യം നല്ല പോലെ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് കേട്ടോ, നമ്മുടെ തേങ്ങാപ്പാലാണ്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ടിന്നിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർക്കുമ്പം ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്